ക്രിസ്തുമതവും ഇസ്ലാം മതവും യഹൂദമതത്തിൽ നിന്ന് ഉടലെടുത്തതാണെങ്കിലും ഈ രണ്ട് മതങ്ങൾക്കും അതിൻ്റേതായ വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട്. ക്രിസ്ത്യാനികൾ വിശുദ്ധമായി കരുതുന്ന ഗ്രന്ഥം ബൈബിളാണ്. ഇതിന്റെ ആദ്യ ഭാഗമായ പഴയ നിയമം യഹൂദമതത്തിന്റെ ഗ്രന്ഥമായ തോറയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതേസമയം പുതിയ നിയമം യേശുവിന്റെ ജീവിതത്തെയും അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളെയും അടിസ്ഥാനമാക്കി എഴുതിയതാണ്. ഇസ്ലാം മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ. ഇത് ദൈവം ജിബ്രീൽ മാലാഖ വഴി പ്രവാചകൻ മുഹമ്മദിന് വെളിപ്പെടുത്തിയതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ബൈബിളും ഖുർആനും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത വ്യക്തികളാൽ വ്യത്യസ്ത രീതിയിലാണ് എഴുതപ്പെട്ടത്. ഈ രണ്ട് ഗ്രന്ഥങ്ങളും ആരാണ് എഴുതിയത് എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കൊടുക്കുന്നു. ബൈബിൾ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ആളുകൾ എഴുതിയ പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് ബൈബിൾ. പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ പുരാതന ഇസ്രായേലിലെ പ്രവാചകന്മാരും എഴുത്തുകാരും ചേർന്നാണ് എഴുതിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ യേശുവിന്റെ ശിഷ്യന്മാരും അവരുടെ അനുയായികളും ചേർന്നാണ് എഴുതിയത്. ഖുർആൻ അല്ലാഹുവിൽ നിന്ന് പ്രവാചകൻ മുഹമ്മദിന് വെളിപാടായി ലഭിച്ചതാണെന്നാണ് ഇസ്ലാം മതവിശ്വാസം. മുഹമ്മദ് നബി അത് തന്റെ അനുയായികൾക്ക് പറഞ്ഞുകൊടുക്കുകയും അവരത് രേഖപ്പെടുത്തുകയും മനഃപ്പാഠമാക്കുകയും ചെയ്തു. പിന്നീട് അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ ഖുർആൻ പുസ്തകരൂപത്തിലാക്കി.